ശങ്ക ആരോപിക്കപ്പെട്ട സാധനം കുറ്റക്കാരി എന്ന് തെളിഞ്ഞിരിക്കാൻ സാധനത്തെ സ്മാർത്ഥ വിചാരത്തിന് വേണ്ടി 5-ാം മുറിയിലേക്ക് മാറ്റാം. സാധനത്തെ അകത്തേക്ക് ആക്കുക. സാധനത്തെ അകത്തേക്ക് ആക്കൂ. വളിക്കാരൻ ചോമാലിയാർ വന്ന് സ്മാർട്ട് വിചാരം തുടങ്ങും മുമ്പ് ദാശിക്കലിന്റെ രീതികളൊക്കെ ഒന്നങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. ശരി തിരുമേനി, ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചോളൂ. ചോമാതിയാണെന്ന് ചോദിക്കുമ്പോ പറയരുതേ. കുറ്റം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കില്ല എന്നാവും. സ്മാർട്ടം വന്ന് അകത്താരാ ഉള്ളതെന്ന് ചോദിക്കും. ഉപ്പല്ല. അപ്പൊ ഇന്ന സ്ഥലത്ത് ഇന്ന അകത്തുള്ളതെന്നാണ് പറയണം എന്ന് പറഞ്ഞാൽ തെറ്റായി പോയെങ്കിലോ എന്ന് വിചാരിച്ച് നീ അങ്ങനെ വിചാരിക്കാനൊന്നും നിൽക്കണ്ട. പറയുന്നത് അങ്ങനെ ശ്രദ്ധിക്കാം. സ്മാർട്ടം വന്ന് എന്തിനാ അതിനകത്തടച്ചിരിക്കുന്നേന്ന് ചോദിക്കും. അപ്പോൾ എന്ത് പറയും? തമ്പുരാൻ പറഞ്ഞിട്ടാന്ന് പറയും. നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് പറയുന്നത് അങ്ങനെ ശ്രദ്ധിക്കാം. ആ തോന്നിന് ദൂഷ്യം സംഭവിച്ചിരിക്കുന്നു നമ്മോട് പറയണം കേട്ടല്ലോ. അപ്പോ എന്ത് ദൂഷ്യെന്ന് സ്മാർട്ടം ചോദിക്കും. പലരുമായി അവിഹിതം സംഭവിച്ചിട്ട് തെളിച്ചങ്ങോട് പറയണം. ഇതൊക്കെ ദാസി വിചാരത്തിൽ പറഞ്ഞതല്ലേ. നീ ഒന്നും അങ്ങോട്ട് പറയണ്ട, പറയണങ്ങോട്ട് കേട്ടാ മതി. ഇതിനൊക്കെ അതിൻ്റെതായ ചില രീതികളുണ്ട്. പറഞ്ഞു തന്നെ പല പ്രാവശ്യം അങ്ങോട്ട് പറയേണ്ടി വരും. അതെ അതെ, ഈ മജിസ്ട്രേറ്റ് കോടതിയിലെത്തുമ്പോ വക്കീലന്മാർ മജിസ്ട്രേറ്റിനോട് ഇടയ്ക്കിടയ്ക്ക് ഇവരോടതേ എന്ന് പല പ്രാവശ്യം പറയുന്നതിന് പകരം ഒറ്റ പ്രാവശ്യം പറഞ്ഞാ പോലെ എന്താ വളർക്കേ. അതെ അതെ, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചേക്കണം. അത് അതിന്റെ ഒരു ചിട്ട കേട്ടല്ലോ. അതുകൊണ്ടത്തെ പിന്നെ സ്മാർട്ടനൊരിക്കലും അകത്തിരിക്കുന്ന സാധനത്തോട് നേരിട്ട് ചോദ്യം ഉണ്ടാവില്ല. സ്മാർട്ടൻ നിന്നോട് ചോദിക്കും. നീ അത് അകത്തിരിക്കുന്ന സാധനത്തിനോട് പോയി പറയണം. സാധനം പറയുന്ന മറുപടി നീ സ്മാർട്ടനെ അറിയിക്കണം. അതാ അതിന്റെ ഒരു രീതി. മനസ്സിലായോ? മനസ്സിലായി. കടുപ്പം തന്നെയാണേ. കടുപ്പപ്പെട്ട പല കാര്യങ്ങളും ഈ സാധനത്തിന് നടത്തി കൊടുത്തിട്ടുണ്ടല്ലോ. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായില്ലേ? പിന്നെ സ്മാർത്ത വിചാരങ്ങൾ ആരംഭിക്കാം. ചോദിച്ചത് കേട്ടില്ലേ? അകത്താരാ ഉള്ളത് എന്ന്. കുറിയെടുത്ത രാമന്നപൂരിയുടെ അന്തർജനം താത്രിയാണ്. ഇപ്പോ സാധനം എന്ന് എല്ലാരും വിളിക്കുന്നു. സാധനം ചാൽ ആണുമല്ല പെണ്ണുമല്ല, നപുംസകം. ചോദ്യം ദാസിയോടാണ്. ഉത്തരം പറയുന്നത് താത്രിയാണ്. എന്താണോ കഥ? ഇങ്ങനെയൊക്കെ കൂടിയാണോ നിങ്ങൾ എല്ലാവരും കൂടെ ഈ ദാസി പഠിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അകത്തുള്ളത് കുറിയെടുത്ത അന്തർജനാണ്. ആ അന്തർജനത്തിന് എന്തിനാ അകത്തടച്ചു വെച്ചിരിക്കണേ? നിക്ക് പലരുമായും അവിഹിതം സംഭവിച്ചിരിക്കുന്നു. ചോദ്യം ദാസിയോടാണ്. എന്തിനാ ഈ പെടാപാടൊക്കെ? ചോദ്യം എന്നോട് നേരിട്ടാവുമ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു എളുപ്പമുണ്ടാവും. പാവം മാധവിയെ ദണ്ഡിപ്പിക്കുകയും വേണ്ട. കഴിഞ്ഞ ദിവസം ത്രിസന്ധാടി യന്ത്രത്തിന് പങ്കുകൊള്ളാനെത്തിയപ്പോ സ്മാർത്ത വിചാരത്തിൽ ചില മാറ്റങ്ങളൊക്കെ ആവാന്ന് തിരുമനസ് പറയണ്ടായി. എങ്കിൽ പിന്നെ നേരിട്ട് തന്നെ ആയാലോ? കണ്ടിരിക്കാം
പോയിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ പിന്നെ സാധനത്തെ നിങ്ങൾ കൊണ്ടുവരിക. ചോദ്യങ്ങളാവാം. ആദ്യമായിട്ട് അവിഹിതം സംഭവിച്ചത് ആരുമായിട്ട് എപ്പോ എവിടെ വെച്ച് പറയാ? ആദ്യമായിട്ട് എന്നെ നശിപ്പിച്ചത് നമ്പ്യാത്തൻ മൂസാമൂരിയാണ്. ഭർത്താവിന്റെ ജ്യേഷ്ഠൻ. വിവാഹത്തിന് മുൻപ് 10ാം വയസ്സില് സ്ഥലം കുളപ്പടവ്. അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കുക. കേൾക്കാൻ നമ്പൂരാർക്ക് കൊതിയിടിച്ചാലും പറയാനിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധി ഓർക്കാത്ത കാലത്തിണ്ടായ കാര്യമാണ്. അത് മുന്നേ അനുവാദം ഇല്ലാണ്ടേ അത് മാത്രം ഇപ്പൊ പറയാൻ പറ്റൂ. അന്ന് അതിന് പകരമായിട്ട് എന്തെങ്കിലും തെരിയണ്ടായി? എന്തെങ്കിലും പാരിതോഷികങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ചുറ്റിനത്ര വേദനയും കണ്ണീരും അന്ന് അത്രേ തന്നുള്ളൂ. അത് പിന്നീട് പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. ഭർത്തൃഗൃഹായ കുറിയെടുത്ത് വെച്ച് വരെ. അതിനിടയിൽ ഒരിക്കൽ തന്നതാണ് ഈ പുസ്തകങ്ങൾ. എന്തായത് വാഗ്ദാനശാസ്ത്രോ അതോ ഒപ്പുവെച്ച പിന്നീട് ആരുമായിട്ടാ പറയാ? അമ്മാവൻ ഓക്കിലത്ത് കേശവൻ നമ്പൂരി ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുമ്പോ പാടത്തെ കളപ്പുരയിലേക്ക് വിളിച്ചു. എന്റെ ജാതകം നോക്കണ്ടായി എന്ന് പറഞ്ഞു. അത് ദുഷ്പേരി കേൾപ്പിക്കുന്ന കണ്ടതായി പറഞ്ഞു. പിന്നെ അമ്മാവൻ ദൂഷ്യം പ്രവർത്തിച്ചു. അതിനുശേഷം എന്താ എന്ന് പറയാ? ഞാൻ കരഞ്ഞു. പിന്നെ അമ്പലത്തിൽ പോയി. എന്നിട്ട് കുളിക്കാതെയാണോ അമ്പലത്തിലേക്ക് പോയത്? ഞാൻ കുളിക്കാഞ്ഞതോ ഓക്കിലത്ത് നമ്പൂരി നശിപ്പിച്ചതോ ഏതൊരു കുറ്റം? അതൊന്നും നീ പരീക്ഷിക്കേണ്ട. അതൊക്കെ ഞങ്ങള് വലിയ തീരുമാനിച്ചു. അതെന്തെങ്കിലും അടയാളങ്ങളുണ്ടെങ്കിൽ പറയാം. അടയാളമായിട്ട് കാണിക്കാനുള്ള ഒരു മാലയാണ്. പിന്നെ ആ നമ്പൂരിന്റെ ശരീരത്തില് വ്രണം വന്ന് പഴുത്ത വലിയൊരു പാടുണ്ട്. ഇനി പറയാൻ പോണ പലർക്കും ഇതിനൊക്കെ ഇറക്കിയ അടയാളങ്ങളുണ്ട്. കേട്ടാൽ ഇറക്കിയ സ്വഭാവ വൈകൃതങ്ങളുണ്ട്. കുളിച്ചാലും വിട്ടുമാർത്ത ദുർഗന്ധമുണ്ട്. കുട്ടഞ്ചേരി കൃഷ്ണപ്പട്ടത്, കേരളത്തെ കൃഷ്ണൻ നമ്പൂരി, താമൂട്ടൽ രാമപ്പട്ടത് ഓരോന്നോരോന്നായി പറഞ്ഞു തുടങ്ങാൻ ഞാൻ എഴുതിയെടുക്കാൻ കടലാസും എഴുതാൻ ചിലപ്പോൾ ബഷിയും പോരാതെ വരും. അത്രയ്ക്ക് അനുഭവിച്ചിരിക്കുന്നു. അത് അത്രയും കേൾക്കാൻ തുടിച്ചാ തുടരാൻ സ്പോർത്ത വിചാരം. ഒന്നു തൊട്ടെണ്ണി തുടങ്ങുന്നു രാത്രി, ഒന്നൊന്നു ഞെട്ടി തകരുന്നു ലോകവും. ഒരു ചോദ്യം ഉയരുമ്പോൾ മറു ചോദ്യമേതും ഒരു വേള അടയാള ചിഹ്നങ്ങൾ കാട്ടിയും അരുതന്റെ പേരവൾ ചൊല്ലല്ലേ എന്നോർത്തും ഈരേഴു ലോകങ്ങൾ ഒരുമിച്ചു കണ്ടും നീതിയും ന്യായവും സ്മൃതിയും നിരത്തി നീളുന്നു വീണ്ടും ഈ കാപട്യ നാടകം. ഇതിനോടകം സാദരമുഖത്തിൽ നിന്നും ഉയർത്ത് മൂസാമ്പൂതിൽ തൊട്ട് സഹോദരനായ കൽപ്പകശ്ശേരി നാരായണ നമ്പൂതിരി വരെ 30ഓളം പേര് വിവരങ്ങൾ ലഭിക്കേണ്ടായി. ഇനിയും ഏറെ പേരുകൾ വെളിപ്പെടുത്താനുണ്ടെന്ന് സാധനം പറയുകയാലും കുറ്റാരോപണരായക്കുമേൽ ഇനിയും തെളിവെടുപ്പ് ആവശ്യം വരികയാലും ഇന്നത്തെ സ്മാർത്ത വിചാരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഏതായാലും ഒരു കാര്യത്തിൽ മാത്രം നാം ഇന്ന് തീർപ്പ് കൽപ്പിക്കണോ? വിവാഹത്തിന് മുൻപും പരപുരുഷ ബന്ധമുണ്ടായിരുന്ന ഒരു പുഞ്ചടിയെ വേളികരിച്ചതോടെ തന്നെ മറ്റൊരു ശങ്കയോ വിചാരമോ കൂടാതെ സാധനത്തിന്റെ ഭർത്താവായ രാമൻ അശുദ്ധരെന്ന് തെളിഞ്ഞിരിക്കുകയാൽ ഈ സ്മാർത്ത വിചാരത്തിൽ കുറിക്കപ്പെടുന്ന ഭ്രഷ്ടരുടെ പട്ടികയിൽ ആദ്യ പേരായി കുറിയേടത്ത് രാമൻ നമ്പൂതിരി എന്ന് എഴുതി ചേർക്കാൻ നാം നിശ്ചയിച്ചിരിക്കണോ? കേട്ടില്ലേ മാധവി?
ഇത്ര നേരം നിരത്തിയ നീചരുടെ പേരുകളൊക്കെ മാറ്റി നിർത്തി അവരൊരു നിരപരാധിയെ തിരഞ്ഞെടുത്ത് ഒന്നാം സ്ഥാനത്ത്